മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ്സിൽ 78 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഓൾറെഡി 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൈബിൾ പോർഷൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 1 രാജാക്കന്മാർ 18 മുതൽ 21 വരെയും യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ജനമൊക്കെയും യഹോവയെ നമസ്കരിച്ചിട്ട് 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞൊരു വാചകം എന്ത്? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഉത്തരം യഹോവ തന്നെ ദൈവം. 1 രാജാക്കന്മാർ 18-39 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: എത്ര നൃപന്മാർ ബെൻഹദദിന് സഹായമായിരുന്നു എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം 32 എന്നുള്ളതാണ്. 1 രാജാക്കന്മാർ 20-16 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പുതിയ നിയമ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ആഘോഷം ഏത്? അതിന്റെ ഉത്തരം പ്രതിഷ്ഠോത്സവമാണ്. യോഹന്നാൻ 10:22 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മാധുര്യമുള്ള ശബ്ദം എന്നർത്ഥം വരുന്ന ഒരു പദം എന്ത്? ഉത്തരം മൃദുസ്വരം. 1 രാജാക്കന്മാർ 19:12 ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: അരാമിലുള്ളവർ യഹോവയ്ക്ക് നൽകിയ ഒരു പേരെന്ത്? അല്ലെങ്കിൽ യഹോവയെ കുറിച്ച് പറഞ്ഞ മറ്റൊരു നാമം ഏത്? ഇതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം യഹോവ പർവ്വതദേവൻ എന്നുള്ളതാണ്. 1 രാജാക്കന്മാർ 20-28 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ആൻസേഴ്സ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കറക്റ്റ് ആയിട്ട് ഉത്തരം വായിച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻ പറയുന്നു: 1 രാജാക്കന്മാർ 22, 2 രാജാക്കന്മാർ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ, യോഹന്നാൻ 11-ാം അധ്യായം. ഇതാണ് പോർഷൻസ് കേട്ടോ. ഒന്നുകൂടെ പറയുന്നു: 1 രാജാക്കന്മാർ 22, 2 രാജാക്കന്മാർ 1, 2, 3, യോഹന്നാൻ 11-ാം അധ്യായം. ഓക്കെ. അപ്പൊ ഈ പോർഷൻസ് നന്നായിട്ട് വായിച്ച് റെഡി ആയിക്കോളൂ. നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.